അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നലെ മനോഹരമായൊരു കത്ത് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമ്മൾ അതിൻ്റെ മഷ്കിലേക്ക്, ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ ആക്ടിവിറ്റീസ് നോക്കൂ. പഠിയേ ഓർ സംജേ. പഠിക്കൂ, വായിക്കൂ ഓർ മനസ്സിലാക്കൂ അല്ലേ? ഖുഷ് ഗവാർ. ഖുഷ് ഗവാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സന്തോഷദായകമായ. സുഹാന, അതിൻ്റെ ഒരു മുത്തറാത്തിഫായിട്ട് സുഹാന എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. സുഹാന എന്ന് പറഞ്ഞാൽ മനോഹരമായ എന്നൊക്കെയാണ് അർത്ഥം. ആസ്മാൻ, കിത്തിന, സുഹാന ഹേ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ സുഹൂലത്ത്. സുഹൂലത്ത് ആസാനി എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നാണ് അർത്ഥം. സുഹൂലിയാത്ത് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി, സൗകര്യത്തിന് പറയാറുണ്ട്. ഇവിടെ സുഹൂലത്ത് ആസാനി എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നാണ് അർത്ഥം. ലുത്തുഫ്, മസ, ഖുഷി എന്നെല്ലാം പറഞ്ഞാൽ രസം, സന്തോഷം, ഹാപ്പിനെസ്സിനൊക്കെയാണ് പറയുക. അക്സർ, സിയാദാത്തർ, അധികമായി, കൂടുതലായി എന്നതിനാണ് അത് ഉപയോഗിക്കാറ്. മക്ബറ. മക്ബറ എന്ന് പറഞ്ഞാൽ എന്താ? ഖബർ പർ ബനി ഹുയി ഇമാറത്ത്. ഖബറിന്മേൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടിടം, ടോംബ് എന്നാണ് മക്ബറക്ക് പറയാറ്. നുമായിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മേള, എക്സിബിഷൻ എന്ന് നമ്മൾ പറഞ്ഞു. സൂബ എന്ന് പറഞ്ഞാൽ റിയാസത്ത്, സംസ്ഥാനം എന്നാണ് അർത്ഥം. ഓക്കെ, സോച്ചിയോർ ബത്തായെ, ചിന്തിക്കൂ എന്നിട്ട് പറയൂ. നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാണ്. ഇതെല്ലാവരും ഇന്ന് 9 മണിക്ക് മുമ്പ് തന്നെ എഴുതി അയച്ചു തരണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, യേ ഖത്ത് കിസ്നെ കിസ്കോ ലിഖാ ഹെ. ഈ കത്ത് ആർക്കാണ് എഴുതിയത്? കിസ്നെ കിസ്കോ ലിഖാ ഹേ അല്ലേ? അപ്പോൾ നേരെ രണ്ടാളെ പേര് എഴുതി വെച്ചാൽ പോരാ. അപ്പോൾ ഇങ്ങനെ ഉദാഹരണത്തിന് അനീസ് ഉനൈസിനാണ് ഈ കത്ത് എഴുതുന്നതെങ്കിൽ ഏ ഖത്ത് അനീസിനെ ഉനൈസുക്കോ ലിഖാ ഹേ അങ്ങനെ എഴുതണം. അങ്ങനെ വിശദീകരിച്ച് എഴുതണം. ഖത്തുക്കോ ആദി മുലാഖാത്ത് ക്യോं കഹാ ജാതാ ഹേ. കത്തിനെ ഒരു ഹാഫ് മീറ്റിംഗ്, ഒരു പകുതി കണ്ടുമുട്ടൽ എന്ന് എന്തുകൊണ്ടാണ് പറയപ്പെടുന്നത്? ഒരു ഹാഫ് മീറ്റിംഗേ ഉള്ളൂ കത്തിലൂടെ ഉണ്ടാവുന്നത് എന്ന് എന്തുകൊണ്ടാണ് പറയപ്പെടുന്നത്? അപ്പോൾ ഈ ക്യോം എന്ന് വരുന്ന ചോദ്യോത്തരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് അതുപോലെ എഴുതുക. ഉദാഹരണത്തിന് ഖത്തുക്കോ ആദി മുലാഖാത്ത്, അതിനുശേഷം ക്യോം എന്നുള്ളിടത്ത് ഇസ്ലിയെ എന്ന് ചേർത്ത് വെക്കുക. കഹാ ജാതാ ഹെ പറയപ്പെടുന്നു. അതിനുശേഷം കെ എന്തെന്നാൽ. കെ എന്ന് അറിയില്ലേ? കാഫും ചെറിയൊരു ഹാവും. കെ എന്തെന്നാൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് ഈ ക്യോം എന്നുള്ള ഉറുദുവിൽ വരുന്ന ക്യോം എന്ന് ചേർത്ത് വരുന്ന അധികത്തിനും അങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉദാഹരണത്തിന് ഖത്തുക്കോ ആദി മുലാഖാത്ത്, ആ ക്യോ എന്നുള്ളടത്ത് ഇസ്ലിയെ കഹാ ജാതാ ഹെ കെ, അതിന് ശേഷം നമ്മൾ ഉത്തരം എഴുതുക. പിന്നെ മൂന്നാമത്തെ, നുമായിഷ് മേ മാരിഫാനെ ക്യാ ക്യാ ഖരീദ. ആ എക്സിബിഷനിൽ ആരിഫ് എന്തൊക്കെയാണ് വാങ്ങിയത്? അതും ആ വാങ്ങിയ സാധനങ്ങൾ എഴുതി വെച്ചാൽ പോരാ. അങ്ങനെ നുമായിഷ് മേ മാരിഫാനെ, അതിന് ശേഷം എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത് അത് എഴുതി വെക്കുക. എന്നിട്ട് ഖരീദ എന്ന് ചേർത്ത് കൊടുക്കുക. ആരിഫാക്കോ കോൺസ സ്റ്റാൾ സബ്സെ അച്ഛാ ലഗ. ആരിഫാക്ക് ഏറ്റവും നല്ല സ്റ്റാളായി ഏത് സ്റ്റാളിനെയാണ് തോന്നിയത്? ആയിനെ ദേക്കർ ലോക് ക്യോ ഹസ് രഹേ തേ. കണ്ണാടി കണ്ടിട്ട് ജനങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരുന്നത്? ഓക്കെ, ഇനി ദിയേ ഹുയെ ലഫ്ദോക്കെ മദർസെ ഹാലി ജഗേ ബരിയെ. താഴെ തന്ന ലഫ്ദുകളുടെ സഹായത്തോടെ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾ പൂരിപ്പിക്കുക. ആജ് കൽ ദില്ലി കാ മൗസിം ബഹുത് ഡാഷ് ഹേ. പിന്നെ കൽ ഹം ലോഗ് ഡാഷ് ഗയേ തേ. एक दो चीज़ें भाई जान को डैश बेचने के लिए भी खरीदे. पता चला कि वहाँ हर तरफ डैश लगे हैं. डैश में सबसे ज़्यादा स्टॉल കപ്പടോ കെ തേ. അപ്പോൾ അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇനി അടുത്ത ഒന്ന് ഒരു എന്താണ് ഫീല് എന്ന് പരിചയപ്പെടുത്താണ്. ഇൻ ജുംലോക്കെ ഓർസെ പടേ. താഴെ തന്നിട്ടുള്ള ജുംലകളെ ഒരു ശ്രദ്ധയോടെ വായിക്കൂ. കൽ ഹം പ്രകൃതി മൈതാൻ ഖയേ. ഞങ്ങൾ ഇന്നലെ നമ്മൾ പ്രകൃതി മൈതാനിൽ പോയി. പിന്നെ തൊറക്കി ചീസേം തേക്കേം. വ്യത്യസ്തമായ വസ്തുക്കൾ കണ്ടു. തുമാരെ ലിയെ ഷാൾ ഖരീദി. നെക്ക് വേണ്ടി ഒരു ഷാൾ വാങ്ങി. ഇൻ ജുംലോമേം ഗയേ ദേക്കെ ഖരീദി ഐസെ ലഫ്ദ് ഹെ. അത് ഇത്തരത്തിലുള്ള ഒരു ലഫ്ദാകുന്നു. ജിൻസെ അവകൾ,
കിസി കാ കാം കാ കർണ, ഒരു പ്രവർത്തനം ചെയ്യുക, യാ ഹോന, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഉണ്ടാവുക, അതിന് ലോഹിർ ഓത്താഹെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ ഗയെ എന്നായാലും ദേക്കെ എന്നായാലും ഖരീദി എന്നായാലും ഒരു പ്രവർത്തനം ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഉണ്ടാവുന്നതിനെയോ അതൊക്കെ എന്ത് ചെയ്യുന്നു, വ്യക്തമാക്കുന്നുണ്ട്. ഐസെ ലഫ്ലോങ്കോ ഫീൽ കഹത്തെ, ഇങ്ങനെയുള്ള ലഫ്ലുകൾക്കാണ് ഫീൽ എന്ന് പറയുന്നത്. സിമ്പിൾ, നമ്മൾ ഫീൽ എന്താണെന്നൊക്കെ പഠിച്ചു പോയിട്ടുണ്ട് നെഹ്വിലും ഗ്രാമറിലൊക്കെ ആയിട്ട്. അത് തന്നെ ഒരു പ്രവർത്തനം ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നതിനെയോ ആണ് എന്ത് പറയുന്നത്, ഫീല് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഗയെ വന്നു, ദേക്കെ വന്നു, ഖരീദി വന്നു. അപ്പോൾ നമ്മളെ സർഫ് സൊഹീറും കബീറും ഒക്കെ പഠിച്ചവർക്ക് എന്തുകൊണ്ടാണ് അവിടെ ഗയെ വന്നത്, എന്തുകൊണ്ടാണ് ദേക്കേം എന്ന് വന്നത്, എന്തുകൊണ്ടാണ് ഖരീദി എന്ന് വായിച്ചതൊക്കെ ആ സർഫ് സൊഹീറും കബീറൊക്കെ പഠിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് മനസ്സിലാവാൻ വഴിയില്ല. ഗയെ എന്ന് വന്നത് ഹം എന്നുള്ളത് കൊണ്ടാണ്. ഹമ്മ് മാതി മുത്തിലക്കാണ്. മാതി മുത്തിലേക്ക് ഹം ഗയെ എന്നല്ല പറയാ. ഹം ഗയ അല്ല, വോ ഗയ വോ ഗയി, വോ ഗയെ വോ ഗയേം, തൂ ഗയ തൂ ഗയി, തും ഗയെ തും ഗയേം, ഹം ഗയെ അല്ലെ. അതുകൊണ്ടാണ് അവിടെ ഗയെ എന്ന് വന്നത്. അതുപോലെ ദേക്കേം ജമ്മായതുകൊണ്ടാണ് ദേക്കേം എന്ന് വന്നത്. ഖരീദി പെണ്ണായതുകൊണ്ടാണ് ഖരീദി എന്ന് വന്നത്. ഓ ഇപ്പോൾ ഓ ഖരീദ ഓ ഖരീദി. പിന്നെ എന്തായിരിക്കും പറയാ, പെണ്ണാകുമ്പോൾ ഖരീദി എന്നായിരിക്കുമല്ലോ പറയാ. ഓ ഖരീദ അവൻ വാങ്ങി, ഓ ഖരീദി അവൾ ഒരു പെണ്ണ് വാങ്ങി. പിന്നെ അത് ഹാദറിലേക്കായാലും അങ്ങനെ തന്നെയാണ് പറയുക. അപ്പോൾ ആ സർഫ് സോഹീറും കബീറും ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം പഠിക്കാം. ഓക്കെ, അടുത്ത നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഉള്ളത് ഈ സബ്സെ തീൻ ജുംലെ തലാഷ് കർക്കെ ലിഖെ. ഈ ഒരു പാഠത്തുനിന്ന് 3 സെന്റൻസ് സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക. ഓർ ഉൻകെ ഫീല് ബത്തായെ, എന്നിട്ട് അതിൻ്റെ ഫീല് പറയുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 3 ജുംലകൾ കണ്ടെത്തുക, 3 ജുംലകൾ എഴുതുക, എന്നിട്ട് അതിലുള്ള ഫീലിനടിയിൽ അടിവര വരയ്ക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്ന് 9 മണിക്ക് മുമ്പ് ചെയ്യണം. പിന്നെ നീച്ചെ ദേ ഗയെ ഹുറൂഫ് കെ തെർത്തീബ് ദുരുസ്ത് കർ, താഴെ തന്നിട്ടുള്ള ഹർഫുകളുടെ തെർത്തീബ് അവരുടെ ക്രമം ശരിയാക്കിയിട്ട് അൽഫാദ് ബനായെ ലഫ്ലുകൾ ഉണ്ടാക്കാൻ. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. അതായത് ഒരു ക്രമം തെറ്റിച്ചാണ് അടിയത്തുള്ള ലഫ്ലുകൾ കൊടുത്തത്. അത് ചേർത്ത് വെച്ചാൽ നല്ല പദം ഉണ്ടാക്കാൻ പറ്റും. ഒരു പദമോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ പേരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് യാഹ് ലാമ് ഹാഹ് ദാലൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതെങ്ങനെ ആയിരിക്കും, ദില്ലി അല്ലെ. പിന്നെ അടുത്തത് നൂന് ദാലും ചേ എന്നാണ് പറയല്ലേ ഉറുദുവിൽ. അപ്പോൾ എന്തായിരിക്കും, ചന്ദൻ അല്ലെ, ചന്ദനം എന്നുള്ളതിന്. അങ്ങനെ എല്ലാ വാക്കുകളും ചേർത്ത് വെച്ച് ഒരു ലഫ്ലുണ്ടാക്കി എഴുതി അയച്ചു തരിക. പിന്നെ അമലീക്കാം, പിന്നെ ഇതൊരു ഹോംവർക്കാണ്. ഇത് എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പിനെ ദോസ്ത് അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ സഹേലി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി. സഹേലിക്ക നാം ഖത്ലി, അവർക്ക് ഒരു കത്ത് എഴുതാൻ. അപ്പോൾ തങ്ങളുടെ കൂട്ടുകാരന് നമ്മളൊരു കത്തിൻ്റെ മോഡൽ പഠിച്ചു എന്ന്. അപ്പോൾ ആ ഒരു മോഡൽ വെച്ചിട്ട് തൻ്റെ കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഒരു കത്ത് എഴുതുക. നിങ്ങളുടെ ഭാഷയിൽ കത്ത് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരിക. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും.